മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരാൾ ഓതിയാൽ ഹീന യദ്ഖുലു മൻസിലഹു, വീട്ടിലേക്ക് കയറുന്ന സമയത്ത്, അഥവാ ജോലി കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരു തവണ ഓതി കയറിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ വീട്ടിലേക്ക് വരികയാണ്, അവർ കയറുന്നതിന് മുമ്പ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാണ് കയറിയതെങ്കിൽ നഫത്തിൽ ഫഖ്റ, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്നതാണ്, അൻ അഹ്ലി ദാലിക്കൽ മൻസിലി, ആ വീട്ടുകാർക്കും, വൽ ജീറാനി, അവരുടെ അയൽവാസികൾക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ, ഓരോ ദിവസവും ജോലിക്ക് പോയി ഭർത്താവോ ഉപ്പയോ മക്കളോ ഒക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ തന്നെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്തു പോയി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈ സൂറത്ത് ഓതി കയറിയാൽ, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, അത് ബിസ്മി ചൊല്ലി ഈ സൂറത്ത് മുഴുവനായിട്ട് നമ്മൾ ഓതിയാൽ നമുക്ക് ആ വീട്ടുകാർക്ക്, അഥവാ നമ്മളെ വീട്ടുകാർക്ക് ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യും. മാത്രമല്ല നമ്മുടെ അയൽവാസികൾക്കും ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വീട്ടിലേക്ക് കയറുന്നതിൻ്റെ മുമ്പേ നമ്മൾ ഈ സൂറത്ത് ഓതി കയറിയാൽ നമുക്ക് വലിയ പുരോഗതിയാണ് വീട്ടിൽ ലഭിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് സമയം മതിയല്ലോ, ഒരു മിനിറ്റ് കൊണ്ട്, ചെറിയ ഒരു സമയം കൊണ്ട് ഓതി തീർക്കാൻ പറ്റിയ സൂറത്താണ് ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. ആ സൂറത്ത് ഓതി നമ്മൾ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് പതിവാക്കണം. ഏതെങ്കിലും ഒരു ദിവസമല്ല, പതിവായിട്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യും എന്ന് സത്യം മാത്രം പറഞ്ഞ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവരോട് ഈ സൂറത്ത് ഓതി കയറാൻ പറയണം. അതുപോലെ ഉപ്പ കയറി വരുമ്പോൾ ഇത് ഓതി കയറി വരാൻ പറയണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാവും. ഈ സൂറത്ത് ഓതിയാൽ ആ സൂറത്തിൻ്റെ ഒരു ബറക്കത്ത് ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരുപാട് പണം ഉണ്ടാവും, പക്ഷേ ജോലി ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കും, അതുപോലെ വലിയ ശമ്പളമുള്ള ജോലിയായിരിക്കും, പക്ഷെ ബറക്കത്ത് ഉണ്ടാവില്ല. മാസം അവസാനം ശമ്പളം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒക്കെ തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ ഇവിടെ കൊടുക്കാൻ, ഇങ്ങനെ മൊത്തം അങ്ങ് തീർന്നു പോകും. അങ്ങനെ ആ പൈസയിൽ, കിട്ടുന്ന പൈസയിൽ ഒരു ബറക്കത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈ സൂറത്ത് ഓതി കയറിയാൽ അത് വലിയ ബറക്കത്തിന് കാരണമാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ അയൽവാസികൾക്ക് പോലും ഇതിൻ്റെ ഗുണം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബറക്കത്തുണ്ടാവും എന്ന് പറഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകണ്ട എന്നല്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ മനസ്സിലാക്കി വെക്കുന്നവർ. ഭർത്താവും ഉപ്പയൊക്കെ ജോലിക്ക് പോകണമല്ലോ, ജോലിക്ക് പോകുമ്പോൾ ആ പണത്തിൽ, ആ പൈസയിൽ ഒരു ബറക്കത്ത് അല്ലാഹു തആല തരും. അതാണ് അല്ലാഹു തആല നമുക്ക് ആരോഗ്യം തന്നത്, പിന്നെ ജോലിക്ക് പോകാൻ വേണ്ടി കൂടിയാണല്ലോ. അതുപോലെ തന്നെ പിന്നെ മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഇബാദത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ ജോലിയും നമ്മൾ ചെയ്യേണ്ടതാണല്ലോ. പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം അല്ലാഹു തആല ഉണ്ടാക്കിയെന്താണ്? ജോലിക്ക് പോകണം എന്നാണല്ലോ. അത് അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചാണ്. അതോടുകൂടി ഈ സൂറത്തും കൂടി നമ്മൾ ഓതുമ്പോൾ നമുക്ക് ഉള്ളതിലൊരു ബറക്കത്ത് അല്ലാഹു തആല എന്ത് ചെയ്യും? തരും.
അതാ പറഞ്ഞത്. അപ്പോൾ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ, വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഈ സൂറത്ത് ഓതി കയറിയാൽ നമുക്ക് വലിയ ബറക്കത്ത് നിലനിൽക്കും. എപ്പോഴും ആ ഒരു ബറക്കത്ത് എപ്പോഴും ഉണ്ടാവും, ഇല്ലായ്മ ഉണ്ടാവില്ല. ഭക്ഷണത്തിന് മുട്ടുകയില്ല, സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാതെയായി പോവുകയില്ല. അപ്പോൾ ഈ ഒരു സൂറത്ത് പതിവാക്കുന്ന വിഷയത്തിൽ നമ്മൾ മക്കളെയും ഇത് ശീലിപ്പിക്കണം. ഭർത്താവും ഉപ്പയൊക്കെ കയറി വരുമ്പോൾ ഈ സൂറത്ത് ഓതുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും കുടുംബത്തിനൊക്കെ ഈ സൂറത്ത് ഓതാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാഹു നമ്മയും കുടുംബത്തിനൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഐശ്വര്യമുള്ള ബറക്കത്തുള്ള ജീവിതം അള്ളാഹു നമുക്കും കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ വീടുകളിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ.